ഹലോ, ആ ആഫ്രിക്കയിലേക്ക് കടത്താൻ ശ്രമിച്ചപ്പോ കസ്റ്റഡിയിലെടുത്ത രാജഗോപാലേ ഇന്നലെ കൂട്ടിന്ന് ചാടിപ്പോയി. ഇനി പാമ്പാട്ടി വന്ന് അതിനെ പിടിച്ചാലേ എനിക്ക് താഴെ ഇറങ്ങാൻ പറ്റൂ. നീ തൽക്കാലം ഒരു കാര്യം ചെയ്യ്, നീ ഒരാഴ്ചത്തേക്ക് നമ്മുടെ മക്കളായിട്ട് നിന്റെ വീട്ടിൽ പോയി നിൽക്ക്. ഓക്കെ. ക്രമസമാധാനത്തിലുള്ള അവാർഡ് കേരളത്തിനാന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ക്രമസമാധാനം നടപ്പിലാക്കേണ്ട പോലീസുകാർക്ക് ഒരു സമാധാനവും ഇല്ല. കസ്റ്റഡിയിൽ ചാടിപ്പോയ രാജഗോപാലെ ഇനി എപ്പ കിട്ടുവോ ആവോ. ഇങ്ങനെ പോയ ഈ കസേരയുടെ മേളിൽ ഇരുന്ന് താഴെ ഇറങ്ങാൻ പറ്റാതെ ഇവിടെ ഇരുന്ന് ഞാൻ റിട്ടയർഡ് ആവും. ആയിക്കോട്ടെ. എടോ പീതാംബരോ, കസ്റ്റഡിയിലെടുത്ത രാജഗോപാലയുടെ ഫയൽ എത്രയും പെട്ടെന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കണമെന്ന്. താൻ ആ ഫയൽ എവിടുന്നേലും തപ്പിയെടുത്ത് തരണേ. എന്റെ പൊന്നു സാറേ, ആദ്യം ആ പാമ്പാട്ടി വന്ന് രാജഗോപാല് തപ്പിയെടുക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ഫയല് തപ്പാം. എന്റെ പൊന്നു സാറേ, എനിക്ക് പെണ്ണും പിള്ളി പിള്ളാരൊക്കെ ഉള്ളത് അറിയാവോ? ഓ അല്ല സാറേ, പാമ്പാട്ടി വന്നെന്ന് തോന്നുന്നു. നേട്ട മകടി ഊന്ന ശബ്ദം. നമ്മൾ രക്ഷപ്പെട്ടു. ഒന്ന് നിർത്തോ. എന്റെ പൊന്നോ, അത് പാമ്പാട്ടി വന്നേന്നും അല്ല, എന്റെ മൊബൈലിന്റെ റിംഗ് ടോണാ. ഹലോ, ജുവല്ലറിയിൽ കവർച്ചയോ? കവർച്ച ചെയ്ത കള്ളന്മാരെ കുറച്ചു പേര് പിടിച്ചു കെട്ടിയെന്നാ. എങ്കിൽ ഒരു ഉപകാരം ചെയ്യണോ, ആ കള്ളന്മാരെ പിടിച്ചു കെട്ടിയവന്മാര് 2-3 പേര് ഇങ്ങോട്ടൊന്ന് വരാൻ പറയണോ. ഈ സ്റ്റേഷനിൽ നിന്ന് ഒരു രാജഗോപാല ചാടി പോയിട്ട് അതിനെ ഒന്ന് പിടിക്കാനാണോ? സാറേ, രാവിലെ കാണാതായ ആ രാജഗോപാലക്ക് ഇപ്പൊ വിശക്കുന്നുണ്ടാവല്ലേ സാറേ? അതെന്താ ഇപ്പൊ അങ്ങനെ ചോദിക്കാൻ? എനിക്ക് നന്നായിട്ട് വിശക്കുന്നെന്ന്. സാറേ, പിന്നെയും ഫോൺ വന്നേക്കണ്. എടോ, ഇതെന്റെ മൊബൈലിൽ കോള് വന്നല്ലടോ. എടോ, ഒറിജിനൽ പാമ്പാട്ടി വന്നടോ. ആണാ? രാജഗോപാലയുടെ ടെൻഷൻ കാരണം രാവിലെ 2 വിട്ടായിരുന്നു. അതിന്റെ ഹാങ് ഓവർ കാരണം അങ്ങ് ആടിപ്പോയതാ. എന്താ സാർ പ്രശ്നം? എടോ, താൻ പാമ്പാട്ടി തന്നെ ആണോ? ആണെന്ന്. ഇതിനു മുമ്പ് പാമ്പിനെ വല്ലതും പിടിച്ചിട്ടുണ്ടോ? ഇതിനു മുമ്പ് പാമ്പിനെ പിടിച്ചിട്ടുണ്ടാ? ഇങ്ങോട്ട് വരുന്ന വഴിക്കന്നെ ഞാനൊരു പാമ്പിനെ പിടിച്ച് കൂടക്കാതെ എന്ത് പാമ്പാ? 10 അടി നീളമുള്ള 8 അടി മൂർഖൻ. 10 അടി നീളമുള്ള 8 അടി മൂർഖനോ? അങ്ങനുണ്ട്. അറസ്റ്റ് ചെയ്യടോ ഇവനെ. എന്തോത്തിനി? എടോ, നിയമപരമായിട്ട് പാമ്പിനെ പിടിക്കുന്നത് കുറ്റകരമാണ്. അറസ്റ്റ് ചെയ്യടോ ഇവനെ. എന്റെ പൊന്ന് സാറേ, സാർ എന്ത് മണ്ടത്തരാണ് ഈ പറയണത്? ഇപ്പൊ ഇവിടെയുള്ള ഒരെണ്ണത്തിനെ കൊണ്ട് എന്നെ പൊറുതി വിടുക. അപ്പോഴാണ് ഇതിനെ കൂടി പിടിച്ച് സെല്ലിടാൻ പോണത്. എന്റെ പൊന്ന് പാമ്പാട്ടി, ആ സെല്ലിനകത്ത് രാജഗോപാല കടപ്പുണ്ട്. അതിനെങ്ങനെയും ഒന്ന് പിടിച്ചു തരണം. എന്നിട്ട് വേണം എനിക്ക് 2 ദിവസം സമാധാനത്തോടെ ലീവ് എടുത്ത് നിൽക്കാൻ. നാഗരാജാവേ, എന്നെ കാത്തുകൊള്ളണേ. ആടുവാമ്പേ, കൂടക്കകത്തോട്ട് കേറുവാമ്പേ. കണ്ടോ? പാമ്പിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് കണ്ടോ? പാമ്പിനെ പിടിച്ചേ, രാജഗോപാലെ പിടിച്ചേ. എന്റെ പൊന്നു സാറന്മാരെ, ഒരുമാതിരി പോക്കർത്തിനെ എന്നോട് കാണിക്കരുതായിരുന്നു. എന്താണോ, എന്ത് പറ്റി? താൻ രാജഗോപാലെ പിടിച്ചില്ലേ? രാജഗോപാലയൊക്കെ പിടിച്ച്, ആ, പക്ഷെ മരപ്പട്ടിയുള്ള കാര്യം എന്നോടൊന്നും പറയായിരുന്നു. കടിച്ച് കീറി നാശമാക്കി. എടോ, തന്നെ മരപ്പട്ടി മാത്രമല്ലേ കടിച്ചുള്ളൂ? ഈ സെല്ലിനകത്തുള്ള കുട്ടിത്തെ വാങ്ങൊന്നും ചെയ്തില്ലല്ലോ. ഭാഗ്യത്തിന് ഇരുതലമൂരി കടിച്ചില്ലല്ലോ. അയ്യോ, വെള്ളി മൂങ്ങ കണ്ണ് കൊത്താഞ്ഞത് ഭാഗ്യം. മുള്ളപ്പത്തി കുടയാതിരുന്നത്. അതെ അതെ അതെ. എന്റെ ദൈവമേ, ഇത് പോലീസ് സ്റ്റേഷനാണോ മൃഗശാലയാണോ? കുറച്ചുകൂടെ കഴിഞ്ഞാൽ എന്നെ പുലി പിടിച്ചാലോ. ഞാനില്ലേ? ഹലോ, അതെ. എപ്പോ? അതെ അതെ, ഓക്കെ ഓക്കെ. എന്താ സാറേ? എടോ പീതാംബര, നമ്മുടെ ഈ സെല്ലിന്ന് കാഴ്ചബംഗ്ലാവിലേക്ക് എടുത്തോണ്ട് പോയില്ലേ രാജഗോപാല?
അതവിടെ കിടന്ന് ചത്രു. അവൻ അങ്ങനെ തന്നെ വേണം. അത് തന്നെ എന്റെ പൊന്ന് സാറേ, ഒരു മനുഷ്യപ്രതിയെ പിടിച്ചൊന്ന് കൈകാര്യം ചെയ്തിട്ട് എത്ര നാളായി സാറേ. അത് തന്നെ. സാറേ നമുക്കൊരു കാര്യം ചെയ്താലോ, ഇന്ന് മുതൽ മൃഗങ്ങളെയൊക്കെ അങ്ങോട്ട് വിട്ടിട്ട് 5-6 മനുഷ്യപ്രതികളെയൊക്കെ പിടിച്ചാലോ? അതാവുമ്പോ പച്ച തെറിയെങ്കിലും വിളിക്കാം. എന്തായാലും സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു. ഇത്രയും നാൾ നമ്മൾ മൃഗങ്ങളുടെ കൂടെ ജീവിച്ചു, അതിലേറെ നരകിച്ചു. അതുകൊണ്ട് ഇന്നു മുതൽ നമ്മുടെ സ്റ്റേഷനിൽ മനുഷ്യപ്രതികൾ മാത്രം മതി. അതെ മൃഗങ്ങൾക്ക് വിട. ഓക്കേ? ഓക്കേ. ഹലോ, എപ്പോ? ആരാ സാറേ? എടോ, കാലടിയിൽ പുലി ഇറങ്ങി. അയ്യോ, നമ്മൾ പോയി അതിനെ പിടിക്കാൻ. സാറിത് സ്വീകരിക്കണം. ഇതെന്റെ രാജിക്കത്താ. എനിക്കിത് നേരത്തെ അറിയാവുന്നതുകൊണ്ട് എഴുതി ഞാൻ പോക്കറ്റിൽ ഇട്ടതാ സാറേ. തന്റെ രാജി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. എന്തായാലും താ രാജിവെക്കല്ലേ. രാജിവെക്കുന്നതിന് മുമ്പ് ഒരു നല്ല കാര്യം ചെയ്യുന്നു. എന്താ സാറേ? തനിക്ക് കാലടിയിൽ പോയി പുലിയെ പിടിച്ചൂടെ? ഒരു നല്ല കാര്യം ചെയ്തെന്നുമായി സമാനത്തോടെ തനിക്ക് രാജിവെക്കുകയും ചെയ്യാം. സമാധാനത്തിൽ രാജിവെക്കാൻ. സാറേ, എനിക്ക് കൂടും കുടുംബമൊക്കെ ഉണ്ട്. ചാവാണെങ്കിൽ നമുക്ക് ഒന്നിച്ചു പോയി ചാകാം കേട്ടാ സാറേ. എന്തായാലും നമ്മൾ കാലടിയിൽ പോയി പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ കാലടി ഒപ്പിയെടുക്കുന്നു. അതെങ്ങനെ സാറേ പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ ഇത്രയും വലിയ സ്ഥലമായ കാലടി ഒപ്പിയെടുക്കുന്നേ? എടോ മണ്ടച്ചാരെ, പുലിയുടെ കാലടി ഒപ്പിയെടുക്കുന്നു. മനസ്സിലായോ? ഓക്കേ ഓക്കേ പറയടോ. അതെ സാർ. ഞങ്ങൾ കാലടിയിൽ പോയി പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ പുലിയുടെ കാല് പതിപ്പിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് സാർ. ഒക്കെ മനസ്സിലാക്കി തരാം സാർ. അതായത് ഇതാണ് പുലിനകം. ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട് സാറേ. എന്തിനാടോ ഈ പാവത്തിന് ഇങ്ങനെ തല്ലുന്നേ? സാറേ, കാലടിയിൽ കണ്ട കാൽപാദം പുലിയുടെ അല്ല, പിന്നെ എന്തുവാണോ ഈ പറയുന്നത്? എടോ, പുലിയുടെ കാൽപ്പാടാണ് കാലടിയില്. എന്റെ പൊന്നു സാറേ, ഇന്നലെ രാത്രി ഞാനും നാട്ടുകാരും കൂടി പമ്മി ഇരുന്നപ്പോ ഉണ്ടല്ലോ, ഇവൻ ഇതുവഴി നടന്നു പോകുന്നു. ഇവന്റെ കാൽപ്പാടും ഈ കാൽപ്പാടും കൂടി വച്ച് നോക്കിയപ്പോ ഇവനാണ് സാറേ ഇത്. എന്നെ ഒരുമാതിരി പറ്റിക്കാൻ വന്നാണ്ടല്ലോ. എടോ, ഇതാണ് പുലിയുടെ കാൽപ്പാട്. മനുഷ്യന്റെ കാൽപ്പാടാണെങ്കിൽ ഇതിന് ഇത്രയെങ്കിലും നീളം വരൂലേ? പറഞ്ഞു കൊടുക്കണോ? ഇതെന്റെ കാൽപ്പാട് തന്നെ സാറേ. എടാ, ഇതെങ്ങനെ നിന്റെ കാൽപ്പാടാകും? എനിക്ക് ഇങ്ങനെയല്ലേ നടക്കാൻ പറ്റുള്ളൂ സാറേ. കാണിച്ചേ. പൊന്ന് സാറേ, ഞാൻ ഇങ്ങനെയല്ലേ നടക്കുന്നേ, അതുകൊണ്ടല്ലേ ആ കാൽപ്പാട് അങ്ങനെ കാണുന്നത്. എടാ, നീ എന്തിനാ ഇങ്ങനെ നടക്കുന്നേ? എന്റെ കാലിൽ ആണിരോഗമാ സാറേ. എനിക്ക് ഇങ്ങനെ നടക്കാനേ